നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടു നടന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും കോടതിക്ക് ബോധ്യമായി. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങള് കോടതിയെ സമർപ്പിച്ചു കഴിഞ്ഞു. ദിസ് ഈസ് മൈ ഓർഡർ. വിടാൻ. എടോ, ഞാനാണോ ഇവിടുത്തെ ACP? സസ്പെൻഷനിൽ നിൽക്കുന്ന അയാളല്ല. വിടാൻ. Why don't you salute me? Salute ചെയ്യടോ. അതാണ് പ്രോട്ടോകോൾ. കുഞ്ഞിനെ ഇവള് തട്ടിയെടുത്തു എന്നല്ലേ ഇവരുടെ പേരിലുള്ള കുറ്റം. കുഞ്ഞിനെ ഇവര് തട്ടിയെടുത്തതൊന്നുമല്ല. കുട്ടിയുടെ പെറ്റമ്മ മൈഥിലി തന്നെയാ കുഞ്ഞിനെ ഇവരെ വളർത്താൻ ഏൽപ്പിച്ചത്. മൈഥിലിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. മൈഥിലിക്ക് ആർക്ക് വേണമെങ്കിലും ഈ കുഞ്ഞിനെ കൊടുക്കാം. കാരണം അവളാണ് ഈ കുഞ്ഞിന്റെ പെറ്റമ്മ. അപ്പോ കൊച്ചിന്റെ അച്ഛനോ? അമ്മ ആര് ചൂണ്ടിക്കാണിക്കുന്നോ അയാളാണ് കുഞ്ഞിന്റെ യഥാർത്ഥ അച്ഛൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? മൈഥിലി, വാ. ചീറ്റ് ചെയ്ത് എന്റെ കുഞ്ഞിനെ തട്ടിയെടുക്കാന്ന് വിചാരിച്ചോ? കുഞ്ഞിനെ താടി ഇങ്ങോട്ട്. നീ വീണ്ടും എന്നെ തോൽപ്പിക്കാണോ? നിങ്ങളെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും സഹീറ പാഴാക്കില്ല. എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് തരാൻ. എന്താണ് ഇത്ര താമസം കുഞ്ഞിനെ തരാൻ? എന്റെ കുഞ്ഞിനെ ഇങ്ങോട്ട് താടി. മാഡം പോവാണോ? താനാരാ? ഞാനൊരു സാധാരണ പൗരനാണേ. പൗരന്റെ പണി നോക്ക്. പണിയെടുത്തിട്ട് തന്നെയാ മാഡം ജീവിക്കുന്നത്. അല്ലാതെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ വേണ്ടി ജീവിക്കുന്നവനല്ല. താൻ തന്റെ കാര്യം നോക്കണം മിസ്റ്റർ. കാര്യം നോക്കിയിട്ട് തന്നെയാ ഇരിക്കുന്നത്. ദേ, ഈ കാര്യത്തില് എനിക്ക് ചെറിയൊരു റോളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വന്നത്. ദിസ് ഇസ് എ കോർട്ട് ഓർഡർ. വൈഗ എന്ന കുഞ്ഞിന്റെ ഉടമസ്ഥത കുഞ്ഞിന്റെ അച്ഛനായ കാർത്തികിന് കൈമാറിക്കൊണ്ടുള്ള കോടതി ഉത്തരവ്. ഇത് വാങ്ങി വരാൻ കാർത്തി എന്നെ പറഞ്ഞയച്ചതാ.
അല്ലെങ്കിൽ കുറെ പോലീസുകാരെയും കൂട്ടി മാഡം നനഞ്ഞ ഓലപ്പടക്കവുമായി ഇവിടേക്ക് വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അയ്യോ, മൈഥിലി മാഡം എന്നെ നോക്കി ദഹിപ്പിക്കണ്ട. നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടു നടന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും കോടതിക്ക് ബോധ്യമായി. എവിഡൻസ് എല്ലാം കളക്ട് ചെയ്ത് ഞങ്ങള് കോടതിയെ സമർപ്പിച്ചു കഴിഞ്ഞു. കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുത്തിട്ട് വേഗം അടുത്ത കര പിടിക്കാൻ നോക്കു കൊച്ച്. അതെ, നല്ല മഴ വരാൻ പോകുന്നുണ്ട്, നനയും. എന്റെ കുഞ്ഞിനെ എന്നിട്ട് പോയി പുതിയൊരു കാമുകനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഇപ്പൊ തൂങ്ങി ചാവ്. കുറെ മുമ്പ് എന്താ പറഞ്ഞത്? എന്നെ ജയിക്കാൻ അനുവദിക്കില്ലെന്നല്ലേ? നീ എനിക്ക് ഒത്ത എതിരാളിയല്ലാത്തതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുകളഞ്ഞതാ. എന്നാൽ ഇന്നു മുതൽ ഞാൻ ആ സ്വഭാവം മാറ്റി. നീ തോൽക്കാൻ തുടങ്ങുന്നു. ഒരിക്കലും ഒരിടത്തും നിന്നെ വിജയിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഒരു ACP എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നും അല്ല കൊച്ചെ. തിന്ന ചോറ് വാരിയല്ലിന്റെ ഇടയിൽ കുത്തി കയറുമ്പോ കണ്ട ആമ്പിള്ളാരുടെ പുറകെ പ്രേമമായി നടന്നു. ഗതി കെട്ടപ്പോ ദൈവൻ കരണത്തൊന്ന് തന്നു. അതിനും പ്രതികാരം, അതും ഇക്കാലത്ത്. പോയി വല്ല പണി നോക്കു വച്ചേ. വാടാ മക്കളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.